അതിന്റെ കളർ തന്നെ ആ ഒരു റെഡ് ആണ് അല്ലേ? ഓക്കെ, പെട്രോളാണിത്. പെട്രോൾ പെട്രോളാണ്. അതെ, പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അടിപൊളി ഇന്നോവ, സ്റ്റൈലിഷ് ഇന്നോവ വെറും 2,95,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. LXi 56,000 പൊട്ടിച്ച വിലയാ, ഒന്നും പറയാനില്ല. ഓക്കെ, അത്രയും വിലഭാഗത്ത് കിട്ടുന്നുണ്ട്. ഫുൾ ലോണും കയറും അല്ലേ? വേറെ വർക്കൊന്നുമില്ല, ഒന്നുമില്ല. ഡീസൽ i10 Grand 2013 ആസ്ട്ര പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. എത്രയാ ഇത്? 250. വില 8,75, 8,75,000. 2019 ഓട്ടോമാറ്റിക് ആണ്. പാക വില, സിംഗിൾ ഓണർഷിപ്പ് ആണ്, കമ്പനി സർവീസ്, ഒരു റീപ്ലേസ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും അല്ലമീനിലേക്ക് വന്നിരിക്കുകയാണ്. ഹസൻക കൂടെ ഉണ്ട്. സ്വാഗതം. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ബിസിനസ് ഒക്കെ? എങ്ങനെ വന്നു? മൊത്തത്തിൽ സാറായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അല്ലമീൻ്റെ ഒരു പ്രത്യേകത അറിയാലോ, എനിക്ക് തോന്നുന്നു ഒരു 100ന്റെ മേലെ കാറുകൾ സ്റ്റോക്ക് ഉണ്ടാവും. അത്രയും വലിയൊരു യാർഡാണ്. ഇതിപ്പോൾ നമ്മൾ താഴെ എടുത്തിട്ടിരിക്കുകയാണ്, വേറെ സെപ്പറേറ്റ് താഴോട്ടേക്കുള്ളൊരു യാർഡാണ്. ഫുൾ ഓപ്പൺ ഏരിയയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് വണ്ടികൾ നിരത്തി വെച്ചേക്കാണ്. ഇത് മാത്രമല്ല ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇത് തന്നെ സ്പെഷ്യൽ റേറ്റുള്ള വാഹനങ്ങളാണ് നിങ്ങളെ പൊട്ടിച്ചു കൊടുക്കുക അല്ലേ? പൊട്ടിച്ചു കൊടുക്കുന്ന വിലയുള്ള വണ്ടികളാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കാക്കഞ്ചേരിയാണ്. കോഴിക്കോട് മലപ്പുറത്തിൻ്റെ ബോർഡറായിട്ട് വരും അല്ലേ? തൃശ്ശൂർ റൂട്ടിൽ കോഴിക്കോട് മലപ്പുറത്തിൻ്റെ ബോർഡർ കാക്കഞ്ചേരി. അവിടെ നിന്ന് ഹൈവേ നിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ എയർപോർട്ട് റോഡിലേക്ക് പോകുമ്പോൾ ഒരു 1 കിലോമീറ്റർ 500 കിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ, 500 മീറ്റർ, 1/2 കിലോമീറ്റർ, അത്രേ ദൂരമേ ഉള്ളൂ. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ, ലൊക്കേഷൻ ഒക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിൽ റൈറ്റ് ഓഫ് കോർണറിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യാം. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അത്രയും പൊട്ടിച്ച വിലകളിൽ തന്നെ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? നമുക്കൊരു ക്രിസ്റ്റയിൽ അങ്ങ് തുടങ്ങാം. കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള KL 23. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018-19 സിംഗിൾ ഓണർ വി ആണ്. വി ഓപ്ഷനാണ്, ടോപ്പിന്റെ താഴെ വരുന്നത് ഓപ്ഷനാണ്. 18-19 സിംഗിൾ ഓണർ, കറക്റ്റ് കമ്പനി സർവീസ് ആണ്. 239 ഓടിയിട്ടുണ്ട്. 239 G4 ആണ്. G4 അല്ല, വി. സോറി, വി ആണ്. സോറി, അലോയ്സും കാര്യങ്ങളും ഓട്ടോ ക്ലൈമറ്റ് AC എല്ലാം വരുന്നില്ല, എല്ലാം വരുന്നുണ്ട്. 18 മോഡൽ, 19 രജിസ്ട്രേഷൻ, ഒറിജിനൽ കേരള. ഇത് ഫുൾ കമ്പനി സർവീസ് ആണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. ഏതാ? ബാക്ക് ഡോർ ഉണ്ട്. പക്ക സർവീസിലെ വണ്ടിയാണ്. ഓക്കെ, ഗ്ലാസ് മാറിയിട്ടുണ്ടോ? ഗ്ലാസ് മാറിയില്ല, ഡോർ മാത്രം മാറിയിട്ടുണ്ട്. പിന്നെ ക്രിസ്റ്റ ഇന്നോവ, ഇതിന്റെ കിലോമീറ്റർ കേട്ട് 239 ഓടി, ജെനുവൻ സർവീസ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എത്ര കൊടുക്കാം? ഇത് 16 റുപ്യ കൊടുക്കാം. 16,50,000 രൂപയ്ക്ക് ഒറിജിനൽ കേരള വി ഓപ്ഷൻ, അതും വി ഓപ്ഷൻ ഇന്നോവ ക്രിസ്റ്റ വി ഓപ്ഷൻ മാനുവൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 16,50,000 രൂപയ്ക്ക്. ലോണിന്റെ ആവശ്യക്കാർക്ക് ഫുൾ ലോണും കയറും. ഫുൾ ലോൺ 16,000 രൂപ വരെ കയറുന്നതാണ്. ലോൺ എടുക്കാൻ നിർബന്ധിക്കൊന്നുമില്ല. ആവശ്യം ഉണ്ടെങ്കിൽ മതി, പറ്റുമെങ്കിൽ മാത്രം ലോൺ എടുത്തിട്ട് തിരിച്ചടവിന് പറ്റുമെങ്കിൽ മാത്രം ലോൺ എടുക്കുക. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് ആൾട്ടോ 800 ആണ് എടുത്തത്. KL 77 രജിസ്ട്രേഷൻ, നന്മണ്ട. 2018-19 റേസർ LXi. ഓക്കെ, അതെ. ഒരു റീപ്ലേസും ഇല്ല. 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെയിം മോഡലാണല്ലോ രണ്ടും? അതെ, സെയിം 18-19. 4 പുത്തൻ ടയറാണ്. പുത്തൻ ടയറാണ്, ഓടിയില്ല. ഒന്നും മാറിയിട്ടില്ല. 2,35,000 രൂപ കൊടുക്കാം. 18 മോഡൽ, 19 രജിസ്ട്രേഷൻ, LXi 56,000 കിലോമീറ്റർ ഓടി. 56,000 കിലോമീറ്റർ. പൊട്ടിച്ച വിലയാ, ഒന്നും പറയാനില്ല. ഓക്കെ, അത്രയും വിലഭാഗത്ത് കിട്ടുന്നുണ്ട്. ഫുൾ ലോണും കയറും അല്ലേ? വേറെ വർക്കൊന്നുമില്ല, ഒന്നുമില്ല. അടുത്ത വണ്ടി വീണ്ടും ആൾട്ടോ 800 തന്നെയാണ്. KL 18 വടകര രജിസ്ട്രേഷൻ ആണ്. ഇത് 2018 LXi ആണ്. സെയിം 18 LXi. മറ്റേ 19 രജിസ്ട്രേഷൻ. ഇത് 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചെറിയ റീപ്ലേസും ഉണ്ട്. എന്താണ്? ഫ്രണ്ട് ഗ്ലാസ്, ബോണറ്റ്, പിന്നെ ടൈപ്പ് 3ക്ക് മാറ്റിക്കുന്ന വണ്ടി. 18 മോഡൽ വരുന്നില്ലല്ലോ. ഫ്രണ്ട് നല്ല അടി വന്നിട്ട് മാറിയതാണോ? ചെറിയ ബോണറ്റും ഇതൊക്കെ മാറിയിരിക്കണം. പോയിട്ടില്ല, ചെറിയ പരിക്കില്ല വണ്ടിയാണ്. നമുക്ക് 2,25,000 കൊടുക്കാം. 2,25,000 രൂപയ്ക്ക് അവർ പരിക്കിന്റെ ഇതാണല്ലേ? 2,25,000 ഇതും ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 2,25,000 കൊണ്ടുപോകാം. 2018 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്. നിലവിൽ കണ്ടീഷൻ ഒക്കെ അല്ലേ? കണ്ടീഷൻ. ആൾ വന്ന് ചെക്ക് ചെയ്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, ആൾ വന്ന് കൊണ്ടു ചെക്ക് എങ്ങനെ ചെയ്യാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇത്രയോ മാനുവൽ കണ്ടു. നമുക്കൊരു ഓട്ടോമാറ്റിക് കാണാം. ഗ്രാൻഡ് ആണ്. KL 13 2016 ആസ്റ്റ ഓട്ടോമാറ്റിക്. ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2016. ഓക്കെ, 64,000 കിലോമീറ്റർ ഓടി, കമ്പനി സർവീസ്, ജെനുവൻ കമ്പനി സർവീസ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു നല്ല ക്ലീൻ വണ്ടി. AT ഗിയർ ബോക്സ് ആണ് വരിക. മൈലേജ് കുറച്ച് കുറവായിരിക്കും. ഒരു 11-15 ഇടക്കൊക്കെ കണ്ടാൽ മതി. മൈലേജ് കിട്ടുള്ളൂ. ഒന്നും വേറെ പരിക്കൊന്നുമില്ല അല്ലേ? ഒരു പരിക്കില്ല. ഓക്കെ, എല്ലാ ഓപ്ഷൻ ഉണ്ടാവും. പുഷ് ബട്ടൺ വരും, അലോയ്സ് വരും.
നല്ല ടയേഴ്സ് ഉണ്ടല്ലേ ഇപ്പോൾ? നല്ല ടയർസ് ഉണ്ട്, 80% മേലെ ടയർ ഉണ്ട്. ടയേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ എത്ര? ഇത് 415. 2016 ആസ്റ്റ ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് i10 ഗ്രാൻഡ് 4,15,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. സെക്കൻഡ് ഓണർഷിപ്പ്, 66,000 കിലോമീറ്റർ ഓടി. 66,000. ഓക്കെ, അടിപൊളി ഒരു ഓഫറാണ്. അടുത്ത വണ്ടിയിലേക്ക് അടുത്ത നമുക്കൊരു സ്വിഫ്റ്റ് കാണാം. KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഇതെങ്ങനെയാ? ഇത് 2013 മോഡൽ 14 രജിസ്ട്രേഷൻ ആണ്. VDI സെക്കൻഡ് ഓണർഷിപ്പ്. ഡീസലാണ്. ഡീസൽ. നല്ല മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് കിട്ടും. 20 കിലോമീറ്ററിന് കിട്ടും. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റോ കാര്യങ്ങളോ സ്റ്റെയോ പാനലോ ഒന്നും മാറിയില്ല. ഒന്നും മാറിയിട്ടില്ല. ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. ഓക്കെ. 12 മോഡൽ 13 രജിസ്ട്രേഷൻ. 13 മോഡൽ 14 രജിസ്ട്രേഷൻ. ഓക്കെ. അപ്പോൾ അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടിയാണ്. ഈ ഒരു ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. നമ്മൾ ചേഞ്ച് ചെയ്ത് അവിടുന്ന്. ഓക്കെ. ഒരു 70-80% ടയറുണ്ട്. ഓക്കെ. ഇതിപ്പോൾ എത്രയാ? ഇത് നമുക്ക് 3,30 കൊടുക്കാം. 3,30,000 രൂപയ്ക്ക് 2014 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 14 മുതലാണ് അങ്ങോട്ട് ടാക്സ് കണക്കാക്കുക അല്ലേ? 15 വർഷത്തേക്കുള്ളത്. ഓക്കെ. 29 ടെസ്റ്റ് വരിക. 29 ടെസ്റ്റ് വരുന്നത്. അതെ, തീർച്ചയായും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. നല്ലൊരു ഡീസൽ വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക് അടുത്തത് ടൊയോട്ട അൾട്ടിസ് ആണ്. KL10 റീ വണ്ടിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2013 ജെ ആണ് വേരിയന്റ് ഡീസൽ. അതെ, ജെ എന്ന് പറയുമ്പോൾ ബേസിക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരും. സ്റ്റാരിംഗ് വട്ടം വരില്ല, അല്ലാത്തൊക്കെ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. ബാക്കി സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1.45 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞപ്പോൾ RC കാണുന്ന സിംഗിൾ ആണ്. രണ്ടായിരിക്കും. അവിടുന്ന് എന്തായാലും ഒന്ന് വന്നിട്ട് അങ്ങോട്ട് വരിക. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പാണ് RC കാണിക്കണത്. രണ്ടാമത്തെ ഓണർഷിപ്പ് വരുള്ളൂ മാക്സിമം. അതെ. 1.45 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ജെ വേരിയന്റ്. പെട്രോൾ ഡീസൽ നല്ല മൈലേജും കിട്ടും. 23-24 മൈലേജ് കിട്ടും. നല്ല മൈലേജ്. മെയിൻ്റനൻസ് വരുമല്ലോ, വളരെ കമ്മിയാണ്. ഓട്ടോ എത്ര കാണിക്കുന്നത്? ഓട്ടോ 1.45 മീറ്ററിൽ കാണിക്കണം. അത് നമുക്ക് ഉറപ്പിച്ച് പറയുന്നില്ല. ഓക്കെ. എന്തായാലും ടൊയോട്ടോ വണ്ടിയാണ്. റീപ്ലേസും കാര്യമെല്ലാം വൃത്തിയില്ല വണ്ടിയാണ്. ഇത് ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്? സ്മൂത്താണ്. പക്ക. ഓക്കെ. എങ്ങനെയാ ഇപ്പോൾ? ഇത് നമുക്ക് 4.45 കൊടുക്കാം. 4,75,000. 4,75-ന് 2013 ജെ ഓപ്ഷൻ ഡീസൽ അൾട്ടിസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോണ് ചാൻസ് ഉണ്ടോ? ഫുൾ ലോണിന് ചാൻസ് 4 രൂപ വരെ കിട്ടും. 4 മാക്സിമം ലോണ് കിട്ടുന്നുണ്ട്. താല്പര്യം വിളിച്ചോളൂ. നല്ല മൈലേജിൽ ഒരു വലിയ സെഡാൻ വണ്ടി കൊണ്ടുപോകും. മെയിൻ്റനൻസ് ഫ്രീ. ഓക്കെ. കിഡ് വന്നു. KL65 തിരുവരങ്ങാടി. എങ്ങനെയാ ഇത്? 2016 RXT അന്നത്തെ ഫുൾ ഓപ്ഷൻ. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 62,000. സർവീസ് ഉണ്ടോ? സർവീസ് ഉണ്ട്. 62,000 കിലോമീറ്റർ ഓടി. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. 800 cc അല്ല? 800 cc. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. വേറെ ഒരു ചെറിയ നിങ്ങളൊരു പർപ്പസിന്, ഫാമിലി പർപ്പസിന് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടി. ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കും? 2,25,000 കൊടുക്കാം. 2,25,000 രൂപയ്ക്ക് 2016 ക്വിഡ് 800 cc വാഹനം RXT ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണിന്റെ ആവശ്യക്കാർക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുള്ളും കിട്ടും. ഓക്കെ. ഇതാ വീണ്ടും ഒരു ക്വിഡ് തന്നെയാണ്. സെയിം കളർ. KL30 രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ. ഇതെങ്ങനെയാ? ഇത് 2016 RXL ആണ്. മറ്റേത് RXT ആണ്. ഇത് RXL ആണ്. മിഡിൽ ഓപ്ഷൻ ആണ് ഇത് വരുന്നത്. ഓക്കെ. ഓട്ടം 1.10 ഓടിയുണ്ട്. ഇത് കുറച്ച് ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. 1.10 ഓടിയുണ്ട്. ഓക്കെ. ഇതിന്റെ ഫ്രണ്ട് ടയേഴ്സ് ആവറേജ് ആണ്. ഓക്കെ. എത്രയായിപ്പോ? ഇത് നമുക്ക് 2.10 കൊടുക്കാം. 2,10,000 2016 ക്വിഡ് RXL നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ പണിയൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. ഫുൾ ലോണും കിട്ടും. ഇതാ വീണ്ടും ഒരു അൾട്ടോ 800. ഇതും കൺവേർട്ട് ചെയ്താണോ? അല്ലല്ല, 2017 ആണ്. സിംഗിൾ ഓണർ വണ്ടി. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഏതാ? LXI. ഓക്കെ. ആവറേജ് ആണ്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് നമുക്ക് 2.30 കൊടുക്കാം. 2,30,000. 2017 വണ്ടി 2.30 കൊണ്ടുപോകാം. ഫുൾ ഓണർഷിപ്പ് വണ്ടി. ഫുൾ ലോണും കിട്ടുന്നുണ്ട്. ഈ ഫുൾ ലോൺ എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നതാണ്. വണ്ടിക്ക് കിട്ടും. അത് നിങ്ങളുടെ ട്രാക്കും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ, ഫുൾ ലോണിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ മാക്സിമം ലോൺ കിട്ടാൻ നോക്കാം അല്ലേ? -1 ആണെങ്കിൽ എന്തായാലും 2 രൂപ കിട്ടും. -1 ആണെങ്കിൽ അത് -1 എന്ന് പറയുന്നത് ഇതുവരെ ലോൺ എടുക്കാത്ത ആളുകളാണെങ്കിൽ ലോൺ അടവ് തെറ്റിച്ചാക്ക് എന്തായാലും ലോൺ കിട്ടൂല. ഒരേ ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമില്ല, കിട്ടൂല. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഈ ഒരു അടിപൊളി ഇന്നോവ, സ്റ്റൈലിഷ് ഇന്നോവ വെറും 2,95,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ ഒരു വണ്ടി. അതും കേരള നമ്പർ ആയി കഴിഞ്ഞ വണ്ടിയാണ്. ഇനി ഇതിന്റെ ഡീറ്റെയിൽ കിടക്കാം. 2006 G4 ആണ്. 2006 G4 ടൈപ്പ് 4 ആക്കിയ വണ്ടി. ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പ് പുതിയ ഷേപ്പിലേക്ക് മാറ്റി. ബാക്കി പിന്നെ ആൻഡ്രോയിഡ് സെറ്റ്, സബ് ആകുമ്പോൾ 4 പുത്തൻ ടയർ എല്ലാം ചെയ്തിട്ടുണ്ട്. 2016 ലുക്ക് ഉണ്ട് വണ്ടി. അതെ. 2.95 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം.
2,95 ലാസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. 2006 പേപ്പറിൻ്റെ അവസ്ഥ ഇപ്പോൾ 26 8 മാസം വരെ ഉണ്ട്. 26 8 മാസം വരെ. ഓക്കെ, നല്ലൊരു പേപ്പർ ബാക്കിയുള്ള വാഹനമാണ്. ഇത് റിന്യൂ ചെയ്യണമെങ്കിൽ ഏകദേശം എത്ര വരും? ടാക്സ് രണ്ട് ഫീസ് അടക്കം ഒരു 10 രൂപ വേണ്ടി വരും. 10,000 രൂപ. 12 രൂപ വരും. 10-12 രൂപ ചെയ്യാല്ല ഏകദേശം കണ്ടാൽ മതി. വണ്ടി അത്രയും ലുക്കിലാണുള്ളത്. ബാക്കി ഇന്റേണലി എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. കിലോമീറ്റർ എത്ര കാണിക്കുന്നത് കിലോമീറ്റർ കാണിക്കുന്നത് 2.55 കാണിക്കുന്നുണ്ട്. നമ്മൾ ഉറപ്പിക്കുന്നില്ല. ഓക്കെ, 2.55 മീറ്ററിൽ കാണിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ വണ്ടി സ്റ്റൈലിഷ് ആണ്. 2,95 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇവിടെ എന്തെങ്കിലും ഫിനാൻസ് കിട്ടുമോ? പ്രൈവറ്റ് എന്തെങ്കിലും? ലോക്കൽ ഫിനാൻസേ കിട്ടുള്ളൂ. ലോക്കൽ ഫിനാൻസ്. ഓക്കെ ഓക്കെ. വേറെ മെയിൻ ബാഗൊന്നും കൊടുക്കില്ല. എന്തായാലും അത്രയും മോഡൽ കുറച്ചുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. പക്ഷേ ലുക്ക് കണ്ടാൽ മോഡൽ കൂടിയ കൊടുക്കും. 2,95 കൊണ്ടുപോകും. അടുത്ത വണ്ടിയിലേക്ക് ഇന്നോവയെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു സ്റ്റൈലിഷ് വാഹനമാണ് ഷെവർലെ ബീറ്റ് KL 37 രജിസ്ട്രേഷൻ. അഡീഷണൽ അലോയ്സും കാര്യങ്ങളും ചെയ്ത് അതിൻ്റെ കളർ തന്നെ ആ ഒരു റെഡ് ആണ് അല്ലേ? ഓക്കെ, പെട്രോളാണിത്. പെട്രോൾ പെട്രോളാണ്. വലിയ മെയിൻ്റെനൻസ് ഉണ്ടാവില്ല. അതെ, പേടിക്കേണ്ട ആവശ്യമില്ല. സ്പോയിലറും അത്യാവശ്യം ഒരു സ്പോർട്ടി ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. എങ്ങനെയത്? 2012 മോഡൽ. 2012 മോഡലാണ്. ഓപ്ഷൻ വരുന്നത്? ഇത് LS ആണ്. LS അല്ല, 2 ഡോർ വിൻഡോ ഉണ്ടാവുള്ളൂ. 2 ഡോർ. ഓക്കെ, LS ബേസ് ആയിരുന്നു വരുന്നത്? അല്ല, ബേസ് മോഡൽ പവർ വിൻഡോ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അതിന്റെ തൊട്ട് മേലെ ഓപ്ഷൻ അല്ല. 2 ഡോർ പവർ വിൻഡോ അതൊക്കെ വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. AC പവർ സ്റ്റാരിങ് പവർ വിൻഡോ ഒക്കെ വർക്കിംഗ്. എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സബ് ഉണ്ട്, അലേവിയിലുണ്ട്, 4 പുത്തൻ ടയർ ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ആണ്, പുതിയ ബാറ്ററി ആണ്. ഓക്കെ, പറയണെങ്കിൽ കുറെ പറയാനുണ്ട്. ഒന്നും ചെയ്യാനില്ല. ഓട്ടോ എത്ര പോയി? ഇത് ഓട്ടോ 83,000. 83,000. ഡീസലിന്റെ അത്ര മൈലേജ് ഉണ്ടാവില്ല. അത് കുറവായിരിക്കും, എന്നാലും സമാധാനത്തിൽ കൊണ്ടുപോകണം അല്ലേ? ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 1,20,000 കൊടുക്കാം. 1,20,000. 1,20,000. 2012 പെട്രോൾ ബീറ്റ്. ഇത്രയും മോഡിഫിക്കേഷൻ ചെയ്ത ഒരു അടിപൊളി വണ്ടിയാണ്. ലോണും കാര്യം ഒന്നും കിട്ടൂല, കാരണം കമ്പനിയേ ഇല്ല. അതുകൊണ്ടാണ്. സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും, അങ്ങനത്തെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും ഒരു വൃത്തിക്ക് മോഡിഫിക്കേഷൻ ചെയ്തൊരു വണ്ടിയാണ്. പോളോ ആണ്. മാത്രമേ ചെയ്തിട്ടുള്ളൂ 14. പക്ഷെ അത് തന്നെ ഒരു കാണാൻ. ഓക്കെ, അടിപൊളി അലോയ്സ് ചെയ്തിട്ടുണ്ട്. നല്ല ടയേഴ്സും ആണ് അല്ലേ? ഏതാ GT തന്നെയാണോ? GT ആണ്. 2015 GT ഡീസൽ. 15 ഡീസൽ 1.6 വരുന്നത് അല്ലേ? 1.6 ലിറ്റർ എഞ്ചിൻ വരുന്ന ഡീസൽ GT ആണ്. പെട്രോളിൽ ഓട്ടോമാറ്റിക് ആണ് വരിക, ഡീസലിൽ മാനുവൽ ആണ്. 1.6. ഒരു 18 റേഞ്ചൊക്കെ മൈലേജ് കൊടുക്കേണ്ട പോലെ കൊടുത്താൽ കിട്ടൂല. കിട്ടൂല. അതെ, 15 ഓണല്ലേ? അതെ, 15. എത്ര ഓട്ടം പോയി? ഇത് ഓട്ടം 1.37 ഓടി. സർവീസ് ഉണ്ട്, പ്രോപ്പർ സർവീസ് ഉണ്ട്. റീപ്ലേസ് ഇല്ല. ഓണർഷിപ്പ് 3 ആണ് ഇപ്പോൾ. 3rd ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഒരു മോഡിഫൈഡ് ഒരു ലുക്കുള്ള GT അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം. എത്രക്കാ ഇത്? നമുക്ക് 4,70,000 കൊടുക്കാം. 4,70,000. 4,70,000 2015 GT ഡീസൽ GT നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോണ് 4 ലക്ഷം വരെ കിട്ടും. ലോൺ 4-4.25 വരെ കിട്ടും. 4.25 വരെ പോലെ. ഇൻഷുറൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു i10 ഗ്രാൻഡ് ആണ്. KL 14 രജിസ്ട്രേഷൻ ആണ്. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ ആസ്റ്റ ആണ് അല്ലേ? അലോയ്സ് ഒക്കെ ഉണ്ട്. അതെ. എങ്ങനെയാ മോഡലൊക്കെ? 2013 ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. 3 സിലിണ്ടർ എഞ്ചിനാണ്. ഒരു 20 റേഞ്ച് മൈലേജ് എന്തായാലും മേലെ കിട്ടും അല്ലേ? മേലെ മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. 2013 സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് അല്ല? അതെ അതെ. വണ്ടി എന്തായാലും മൊത്തത്തിൽ നല്ല നീറ്റാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടയർ ഫ്രണ്ടിൽ ആവറേജ് ഉള്ളു, പുറകിലൊരു 70% ടയേഴ്സ് ഉണ്ട്. നല്ല കളറുമാണ്, കേന്ദ്രത്തിന്റെ കളറാണ്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഓക്കെ, 1,02,000 ഓടിയുണ്ട്. രണ്ടാമത്തെ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. 1.2 ഓടിയ ഡീസൽ i10 ഗ്രാൻഡ് 2013 ആസ്റ്റ. പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. എത്രയാ? ഇത് 2.80. 2,80,000. 2.80 കൊണ്ടുപോകാം. ഡീസൽ i10 ഗ്രാൻഡ് 2.80 ഫുൾ ലോൺ കിട്ടും. ഓക്കെ, ഇതാ ഒരു റെഡ് i20 വന്നു. KL 57 കൊടുവള്ളിയാണ്, കോഴിക്കോട്. എങ്ങനെയാ? ഇത് 2015 സ്പോർട്സ് ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ, ആസ്റ്റക്ക് തൊട്ട് താഴെ വരുന്ന 2015 വണ്ടി. സ്പോർട്സ് പെട്രോളുമാണ്. പെട്രോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അലോയ്സ് ഉണ്ടാവില്ല. ബട്ടർ സ്റ്റാർട്ടാന്ന് വരുന്നുണ്ടല്ലോ. ഓക്കെ, ഇത് രണ്ടും ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഓട്ടോ എത്ര പോയി? കിലോമീറ്റർ 78,000 ഓടിയുണ്ട്. ലോ കിലോമീറ്റർ. ആ ഒരു പെട്രോൾ ആ മൈലേജ് വരുള്ളൂ. പെട്രോള് എന്താ പറയുക, ഒരു 11, 14, 15 മെയിൻ്റെനൻസ് ഉണ്ടാവില്ല. മെയിൻ്റെനൻസ് കുറവായിരിക്കും. പിന്നെ CNG ചെയ്യേണ്ടവർക്ക് അങ്ങനെയും മൈലേജ് കിട്ടും. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്, നല്ല വൃത്തിയുണ്ട്. ഓക്കെ, എത്രയാ ഇപ്പോൾ? ഇത് നമുക്ക് ഒരു ഓഫറിൽ 3.80 കൊടുക്കാം. 3,80,000 കൊടുക്കാം. 2015 സ്പോർട്സ് i20 3.80 കൊണ്ടുപോകാം. റീപ്ലേസും ഇല്ല, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഓക്കെ, അടിപൊളി ഒരു പെട്രോൾ i20 ഫുൾ ലോൺ ചെയ്തു കിട്ടും. കാരണം മാർക്കറ്റ് റേറ്റിന് 4,4 വരെ ലോൺ കാരണം. ഓക്കെ,
അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ. നല്ലൊരു i20 ഉണ്ട്. അടുത്ത വണ്ടികളിലേക്ക് ഇതാ ഒരു SUV സെഗ്മെൻറ്റ് വന്നിരിക്കുകയാണ്. ഡസ്റ്ററാണ്. KL 31 രജിസ്ട്രേഷനാണ്. എങ്ങനെയാണ് ഇത് 2016 85 ആണ്. 85 ഡീസൽ വണ്ടി, 2016 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 18-20 റേഞ്ച് മൈലേജ് കിട്ടും. വലിയ മെയിൻ്റനൻസ് 110 അപേക്ഷിച്ചിട്ട് വലിയ മെയിൻ്റനൻസ് വരികയില്ല. സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. മൈലേജ് കിട്ടും. 1.5 ഓടിയിട്ടുണ്ട്. 16 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും 1,05,000 സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. അപ്പോൾ എന്താ നല്ല അലോയ്സ് ഒക്കെ അഡീഷണൽ മാറ്റി ചെയ്താണോ? ഏത് ഓപ്ഷൻ വരുന്നത് ശരിക്കും? RXC ആണ്. ബേസ് ആണ് അല്ലേ? പക്ഷേ വിൻഡോ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഉണ്ടാവില്ലല്ലോ RXC. അതെ, പവർ വിൻഡോ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. എത്ര ഇപ്പോൾ? ഇത് നമുക്ക് 470 കൊടുക്കാം. 4,70,000. 2016 വണ്ടി, 470 85. ഒരു റീപ്ലേസും ഇല്ല. ഒരു റീപ്ലേസ് ഇല്ലാത്ത ക്ലീൻ വണ്ടി, 470 ഫുൾ ഓൺ ആയിരിക്കും. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. വാല്യുവേഷൻ വണ്ടിക്ക് കിട്ടും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ബാക്കി വാല്യുവേഷൻ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സ്വിഫ്റ്റ് ഡിസയർ ഇതിലിപ്പോൾ എടുത്തു പറയാനുള്ളത് 5 നല്ല കിടിലൻ ടയേഴ്സ്. ഇറക്കാൻ ഭൂമി കണ്ടിട്ടില്ല. ഓക്കെ, നല്ല അടിപൊളി ടയേഴ്സാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഡിസയർ അറിയാലോ, 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് എല്ലായിട്ട് പുത്തൻ ലുക്കായി. ഇതായിട്ട് മുന്നത്തെ ഷേപ്പാണ്. എങ്ങനെയാണ്? ഇത് 2020 ആണ്. 20 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ, പക്ക സർവീസ്. VXI B2B ഇൻഷുറൻസ് ഇപ്പോൾ ലൈവിലില്ല വണ്ടി. ഓ, B2B, അതായത് എന്ത് ക്ലെയിം സംഭവിച്ചാലും നിങ്ങൾക്ക് ഒരു 1000 രൂപേൻ്റെ പേപ്പർ വർക്കേ ഉണ്ടാവുള്ളൂ. സംഭവിക്കാക്കട്ടെ, സംഭവിച്ചു കഴിഞ്ഞാൽ. അതെ, അല്ല സംഭവിക്കാതിരിക്കട്ടെ, സംഭവിച്ചു കഴിഞ്ഞാലുള്ള കാര്യം പറഞ്ഞാൽ 1000 രൂപയുടെ പേപ്പർ വർക്കേ ഉണ്ടാവും. മറ്റേതാണെങ്കിൽ നമ്പർ ബോർഡ് അടക്കം മാറി കിട്ടും. എല്ലാം മാറി കിട്ടും. ബമ്പർ ടു ബമ്പർ. ഓക്കെ, ബാക്കി ആ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഇല്ലോണ്ട് ഇതിന്റെ ബോണറ്റ് മാറി. അതിലേക്കല്ലേ പറഞ്ഞു വന്നേ. ബോൾട്ട് മാത്രമേ മാറിയിട്ടുള്ളൂ. ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. സിംഗിൾ ഓണർ. ഓട്ടോ എത്രയാ പറഞ്ഞത്? 64,000 കിലോമീറ്റർ. 2020 അല്ലേ? മൈലേജ് 19-20 കിലോമീറ്റർ മൈലേജ് കിട്ടും. പെട്രോൾ വണ്ടിയാണ്, എന്നാലും നല്ല മൈലേജ് ആണ്. ഓക്കെ, നല്ല അടിപൊളി സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ട് അല്ലേ? VXI ആണ് ഓൾറെഡി മിഡിൽ ഓപ്ഷൻ ആണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ 5,10 കൊടുക്കാം. 5,10,000. 2020 വണ്ടി 5,10. 5,86 രൂപ ലോൺ ആവശ്യക്കാർക്ക് ചെയ്ത് കിട്ടും. മാക്സിമം അധികം കിട്ടും. അതെ. ഓക്കെ, വേറൊരു റീപ്ലേസും ഇല്ല. ഒന്നുമില്ല വണ്ടി. നല്ലൊരു അടിപൊളി ഡിസയർ. താല്പര്യം എടുത്തോളൂ. കാരണം ഇനി ഒന്നും ചെയ്യണ്ടാവില്ല. പുതിയ ടയേഴ്സാണ്. 5 പുതിയ ടയേഴ്സ്. ഓക്കെ, ബ്രസ്സയാണ് അടുത്ത വാഹനം. KL 38 രജിസ്ട്രേഷൻ ആണ്. ഇത് ഡീസലാ? ഇത് ഡീസലാണ്. തൊടുപുഴ രജിസ്ട്രേഷൻ. ഓക്കെ, 2019 ZDI പ്ലസ് ആണ്. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഡീസലില് 19. 2019. എത്ര ഓട്ടം? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓട്ടം 120 ഓടിയിൽ. കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉണ്ട്. ഓട്ടോമാറ്റിക് ആണത്. ഓട്ടോമാറ്റിക്. ഓക്കെ, MT ആണ്. ZDI പ്ലസ് ഏറ്റവും ടോപ്പിന്റെ ഡീസൽ ഓട്ടോമാറ്റിക് ബ്രസ. എന്തായാലും മൈലേജ് അപ്പുറത്ത് തന്നെ വലിയ മാറ്റം. ഈ ഓട്ടം കാണിക്കണത് കറക്റ്റ് കമ്പനി സർവീസും റീപ്ലേസും ഇല്ല. ഒന്നുമില്ല. ക്ലീൻ വണ്ടി. അതെ, ക്ലീൻ വണ്ടി. ഇതിൽ പുഷ്പട്ടം വരില്ല? പുഷ്പട്ടം വരുന്നുണ്ട്. റൂഫ് അല്ലാത്തൊക്കെ വരും. ഓക്കെ, ആ ഒരു ടൈപ്പ് ബ്രസയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു നല്ലൊരു കോമ്പാക്ട് SUV വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. മൈലേജ് ആണ്. ഇനി വിലയും കൂടി കേട്ടാ? വില 8,75. 8,75,000. 2019 ZDI പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. പാക വില. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കമ്പനി സർവീസ്. ഒരു റീപ്ലേസും ഇല്ല. അല്ലേ? നല്ലൊരു അടിപൊളി വിലക്കാണ് കിട്ടുന്നത്. ഫുൾ ഓണം കയറുമല്ലോ? ഫുൾ ഓണം കയറും. ഓക്കെ, പെട്ടെന്ന് വിളിച്ചോ. അടുത്ത വണ്ടി. അങ്ങനെ നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സെലക്ട് ചെയ്ത് കുറച്ച് സ്റ്റോക്ക് കാണിച്ചു തന്നുള്ളൂ. ഇഷ്ടം പോലെ വണ്ടികൾ വേറെ ഉണ്ട്. എല്ലാം കൂടി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ KL 10 രജിസ്ട്രേഷനുള്ള ഡസ്റ്ററാണ് അവസാന വാഹനം. എങ്ങനെയാണ്? ഇത് 2017 110 PS ഓട്ടോമാറ്റിക് ആണ്. 110 ഓട്ടോമാറ്റിക് 2017. 110 എന്ന് പറയുമ്പോൾ പവറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഓടിക്കാൻ നല്ല സുഖമായിരിക്കും 85 അപേക്ഷിച്ചിട്ട്. പക്ഷേ മെയിൻ്റനൻസ് കുറച്ച് കൂടും. മൈലേജും കുറയും. ചെറിയ മൈലേജ് കുറയും. പക്ഷേ പെർഫോമൻസ് ആണ്. അങ്ങനത്തെ ആളുകളാണ് ഇതിലേക്ക് പോവാം. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. ഏതാ മോഡൽ പറഞ്ഞത്? 2017 ഒറിജിനൽ കേരള വണ്ടി. RX TT ആണ്. ടോപ്പ് എൻഡ്. ഇതിൽ ഈ അലോയ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. ഈ ടൈപ്പ് അലോയ്സ് തന്നെയാണ്. ഓക്കെ, സെഡ് ഏറ്റവും ടോപ്പ് എൻ്റെ വണ്ടിയാണ്. പുഷ്പട്ടറും കാര്യങ്ങളൊന്നും ഡസ്റ്ററിൽ വരുന്നേയില്ല. ഓക്കെ, ഓട്ടം 1.4 ഓടിയുണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. ഓക്കെ, 2017 വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6,30 കൊടുക്കാം. 6,30,000. 6,30 ഓട്ടോമാറ്റിക് 110 2017 ഡസ്റ്റ് കൊണ്ടുപോകാം. ഇതിന് ഫുൾ ഓൺ കയറാൻ ചാൻസ് ഇല്ല. ഇതിന് ഒരു 5 രൂപ വണ്ടി ഇതാ നിർത്തിയുണ്ടല്ലോ. 5 ലക്ഷം വരെ ഏകദേശം ലോൺ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. അപ്പോൾ തൽക്കാലം എന്തായാലും നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.
നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങളുടെ കാറ്റലോഗ് ഡീറ്റെയിൽ ഉണ്ടാവും. കാറ്റലോഗ് ബാക്കി ലോണിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്. ഫുൾ വണ്ടികളുടെ ഡീറ്റെയിൽ ആ കാറ്റലോഗിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവരുടെ നമ്പറിലുള്ള കാറ്റലോഗിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്പേഴ്സ് വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. മറന്നു വേണ്ട, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അല്ലമീൻ മലപ്പുറം കാക്കഞ്ചേരിയാണ് ലൊക്കേഷൻ വരുന്നത്. കോഴിക്കോട് മലപ്പുറം ബോർഡറിൽ തൃശ്ശൂർ റൂട്ടിൽ കാക്കഞ്ചേരി. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി എപ്പോഴാണ് ഹസൻക പുതിയ സ്റ്റോക്കൊക്കെ ഒഴിവാക്കട്ടെ? ഇപ്പോഴുള്ള ഇത് മാത്രമല്ല, വേറെ സ്റ്റോക്ക് എല്ലാം കൂടി ഒന്ന് മാറി നടക്കൂല. അതെ, കയറുമ്പോൾ ഇതൊക്കെ ഇപ്പോൾ കൂടുതൽ എക്സ്ചേഞ്ച് നടക്കുന്നത്. വണ്ടികൾ കംപ്ലീറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറെ കുറെ വണ്ടികൾ എന്നോട് ഇപ്പോൾ പറഞ്ഞു പൊട്ടിച്ച വിലയിൽ ഒരു മൈക്ര ഡീസൽ ആൾട്ടോ കേട്ടൻ അതൊക്കെ ഉണ്ട്. ഞാൻ റീലെടുക്കാൻ പറ്റുമെന്ന് കൂടെ, പക്ഷേ അതിന്റെ കണ്ടീഷൻ അത്ര പോരല്ല. എക്സ്ചേഞ്ച് വന്നതുകൊണ്ട് സർവീസും കാര്യമൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത്. ഓക്കെ, എല്ലായിടത്തും വണ്ടികളൊക്കെ വരുന്ന എക്സ്ചേഞ്ച് കച്ചവടം കൂടുതൽ നടക്കണം. എക്സ്ചേഞ്ച് കൂടുതൽ, ഗ്യാസ് പർച്ചേസ് കുറവാണ്. ആൾട്ടോ വന്നിട്ട് റിഡ്സ് എടുക്കും, റിഡ്സ് വന്നിട്ട് ഇനോ കൊടുക്കും. അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ കൂടുതൽ നടക്കുന്നത്. ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഒരു വണ്ടി വേണമെന്നുള്ള നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്കോ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്ത് തന്നെയാലും കാരണങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക, മറന്നു പോകരുത്. എല്ലാവർക്കും നന്ദി. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഇനിയും തുടർന്ന് സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. ഹസൻക, അപ്പോൾ നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.